എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ നാമജപത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. ഒരുപാട് പേര് ഇപ്പോഴും അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ട്, കമ്മ്യൂണിറ്റിയിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എൻ്റെ ലൈഫിലെന്ന് ഞാൻ എപ്പോഴും പറയുന്നത്, ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ പേഴ്സണലി എനിക്ക് ഒരുപാട് മാറ്റം എന്ന് പറയാൻ പറ്റില്ല, എന്നെ പൂർണ്ണമായി പരിവർത്തനപ്പെടുത്തിയ ഒരു കാര്യമാണ് ഞാനിത് പറയാൻ പോകുന്നത്. എന്നെ ഞാനാക്കി മാറ്റിയ, എൻ്റെ സ്പിരിച്വൽ ജേണിയിൽ ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിശ്വാസം, ഒരു തിയറിനെ കുറിച്ചിട്ടാണ്. അതാണ് ലോ ഓഫ് സറണ്ടർ എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് സറണ്ടർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് കേട്ടിട്ടുണ്ട്, എന്താണ് ലോ ഓഫ് സറണ്ടർ? അതിനെക്കുറിച്ചൊരു സംശയം ആൾക്കാർക്ക് വരാം. സറണ്ടർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ശരണാഗതി എന്ന് പറയും. നമുക്കറിയാം, ഈശ്വരൻ, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, നമ്മളെല്ലാവരും കണക്ട് ചെയ്യുന്നവരാണ് ഡിവൈനുമായിട്ട്. പക്ഷെ എല്ലാവരുടെയും പ്രാർത്ഥന അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞായിരിക്കും. അതൊന്നും തെറ്റൊന്നുമല്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിനപ്പുറമായിട്ട് ഒരു പ്രാർത്ഥന, അതാണ് ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, പ്രാർത്ഥിക്കുക, അതിനല്ല ഭക്തി എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഭക്തിയാണ്. ഒരു പർട്ടിക്കുലർ ലെവൽ വരെ ആ ഭക്തി ഓക്കെയാണ്. എന്താണ് യഥാർത്ഥ ഭക്തി? യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത്, നമ്മൾ പറയുന്നുണ്ട് ഈശ്വരൻ എല്ലാം അറിയുന്നവനാണ്, ഈശ്വരൻ കരുണാമയനാണ്. ഇല്ല, എല്ലാ മതത്തിലും ഇത് പറയുന്നുണ്ട്, എല്ലാ സംസ്കാരങ്ങളിലും ഇത് പറയുന്നുണ്ട്. ഈശ്വരൻ സ്നേഹമാണ്. യേശുക്രിസ്തു പറയുന്നുണ്ട് ഈശ്വരൻ നന്മയാണ്. ഹിന്ദു ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈശ്വരൻ കമ്പാഷനേറ്റാണ്, മേഴ്സിഫുള്ളാണ് പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നുണ്ട്, എല്ലാ ഗ്രന്ഥങ്ങളും പറയുന്നത് എല്ലാം അറിയുന്നവനാണ് ഈശ്വരൻ, ഈശ്വരൻ കരുണാമയനാണ്. അപ്പോൾ എല്ലാം അറിയുന്നവൻ ഈശ്വരനാകുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എന്താണ്? ഇഫ് നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ, ഈശ്വരനുമായി കണക്റ്റഡ് ആണെങ്കിൽ, ദൈവത്തിൻ്റെ ഇച്ഛയോടുകൂടിയാണ് നമ്മളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ ദൈവത്തിൻ്റെ ഇച്ഛയോടുകൂടി സംഭവിക്കുന്ന കാര്യങ്ങൾ, എന്തിനാണ് നമ്മളതിൽ ഭയക്കേണ്ടത്? എന്തിനാണ് നമ്മളതിൽ വേവലാതിപ്പെടേണ്ട ആവശ്യം? കാരണം ദൈവത്തിൻ്റെ ഇച്ഛയോടുകൂടിയാണ്, ദൈവത്തിൻ്റെ പെർമിഷനോടുകൂടിയാണ് ഒരു കാര്യം സംഭവിച്ചതെങ്കിൽ അത് ആത്യന്തികമായി നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഉടനെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ഇരുന്ന് കരഞ്ഞെന്ന് വരും. ചിലപ്പോൾ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, നമുക്കൊരു ബിസിനസ്സിലൊരു ഫെയിലിയർ ഉണ്ടായി എന്ന് കരുതി നമ്മളെല്ലാം ദൈവത്തിൻ്റെ ഇച്ഛയാണ് എന്ന് പറഞ്ഞ് എന്ന് കരുതി നമ്മൾ ഇതൊന്നും ഫെയിലിയർ ഉണ്ടായി, ആ ഫെയിലിയർ ഉണ്ടാവേണ്ടത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്, അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ എത്ര പ്രവർത്തിച്ചിട്ടും ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റില്ലേ, ആ സ്റ്റേറ്റ് അതെപ്പോഴാണ് ഇത് ഉണ്ടാവുന്നത്? എല്ലാവർക്കും ഇങ്ങനെയാണോ? ദൈവവുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ് ഉണ്ടാവുക, എല്ലാവർക്കും അല്ല. നമ്മൾ ദൈവവുമായിട്ട്, ഈശ്വര ചൈതന്യവുമായിട്ട് കണക്റ്റഡ് ആണ്, നമ്മൾ മറ്റൊരാളെ ദ്രോഹിക്കുന്നില്ല, നമ്മൾ മറ്റൊരാൾക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതെല്ലാം ആത്യന്തികമായി നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാതിരുന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റുള്ളവരെ യാതൊരു കാരണവശാലും ദ്രോഹിക്കാനായിട്ട് പാടില്ല. മറ്റുള്ളവർക്ക് നന്മയും നമുക്ക് സ്വന്തം നന്മയും ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആത്യന്തികമായിട്ടും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും. ഇങ്ങനെ നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരൻ്റെ അടുത്ത് എന്താണ് പ്രാർത്ഥിക്കുക? എൻ്റെ പ്രാർത്ഥന എന്താണ്? എനിക്കെന്താണോ ബെസ്റ്റ്, എനിക്കെന്താണോ എൻ്റെ ജീവിതത്തിൽ നല്ലത്, എനിക്കെന്താണോ എൻ്റെ ജീവിതത്തിൽ ഉപയോഗപ്പെടുന്നത്, അത് സംഭവിക്കട്ടെ. എൻ്റെ നന്മ, കാരണം ബിഗ് പിക്ചർ നിനക്ക് മാത്രമാണ്. എൻ്റെ ഭാവി അറിയാവുന്നത് നിനക്കാണ്, അങ്ങേക്കാണ്. അപ്പോൾ അങ്ങയുടെ ഇച്ഛ നടക്കട്ടെ, അത് സംഭവിക്കട്ടെ. എന്താണോ എനിക്ക് ബെസ്റ്റായിട്ടുള്ളത് അത് സംഭവിക്കട്ടെ.
ഇതിനെയാണ് ശരണാഗതി എന്ന് പറയുന്നത്, സറണ്ടർ എന്ന് പറയുന്നത്. ഈ സറണ്ടറാണ് ആത്മീയതയുടെ കാതൽ എന്ന് പറയുന്നത്. സ്പിരിച്വൽ ജേണിയിൽ സറണ്ടർ ഇല്ലാതെ മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. സറണ്ടർ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? അക്സെപ്റ്റൻസ് ഉണ്ടാവും. നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാത്തിനെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഉൾവിളി ഉണ്ടാവും, ഒരു ഉൾപ്രേരണ ഉണ്ടാവും. അല്ലാതെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, ഇറിറ്റേഷൻ ഉണ്ടാവും. ഇത് തനിയെ സംഭവിക്കേണ്ടതാണ്. അക്സെപ്റ്റൻസ് നമ്മുടെ ഉള്ളിൽ വിടരേണ്ട ഒരു പുഷ്പമാണ്. ഇതിനെയാണ് സ്പിരിച്വൽ ലോ ഓഫ് സറണ്ടർ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ലോ ഓഫ് സറണ്ടർ പ്രാക്ടീസ് ചെയ്യുക? ലോ ഓഫ് സറണ്ടർ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ഈശ്വരനുമായിട്ടുള്ള ഐക്യം, കണക്ഷൻ. ഈശ്വരനുമായിട്ട് കണക്റ്റ് ചെയ്യണമെങ്കിൽ പല പല മാർഗങ്ങളുണ്ട്. നല്ല സത്കർമ്മങ്ങൾ കൊണ്ട് കണക്ട് ചെയ്യാം, കർമ്മയോഗ. ഭക്തി കൊണ്ട് കണക്ട് ചെയ്യാം, ഭക്തി ജപം. കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് പോയി കാണാം, നാമജപം. ജപത്തിലൂടെ ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മളുടെ ഉള്ളിലുള്ള ഇംപ്യൂരിറ്റീസ് പോകാൻ എന്തൊക്കെ മാർഗങ്ങൾ ആത്മീയമായി പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ചെയ്യാം. ജപം ഒരു മാർഗമാണ്. നല്ല കർമ്മങ്ങൾ ചെയ്യുക നല്ല മാർഗമാണ്. ധ്യാനം ചെയ്യുക നല്ല മാർഗമാണ്. തുടക്കത്തിൽ നമ്മൾ ദൈവവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഇതെല്ലാം ഒരു ചിട്ടയോടുകൂടി, ഒരു ഡിസിപ്ലിനോടുകൂടി ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈശ്വരനെ സ്മരിക്കാൻ 24 മണിക്കൂറും ഈശ്വരനെ സ്മരിക്കാം. പക്ഷേ തുടക്കത്തിൽ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ബാലൻസ് വെച്ചിട്ടാണ് സൈക്കിൾ ചവിട്ടുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞെന്ന് തോന്നുന്നു, പിന്നെ നമ്മൾ കൈ വിട്ടും നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റും വേണമെങ്കിൽ. അങ്ങനെ സൈക്കിൾ ചവിട്ടണമെന്നല്ല ഞാൻ പറയുന്നത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. എക്സാമ്പിളായിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പോൾ ഇതേപോലെ ഡിസിപ്ലിൻ ആവശ്യമാണ്. നമ്മൾ ദിവസവും രാവിലെയും രാത്രിയും ഒരു ക്വാളിറ്റി ടൈം ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കുക. ദൈവവുമായിട്ട് കണക്റ്റ്, അതിനകത്ത് നമുക്ക് ജപം ചെയ്യാം, നമുക്ക് ധ്യാനം ചെയ്യാം. ഇത് രണ്ടുമാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ വീട്ടിനുള്ളിൽ പിന്നെ അവനവന് പറ്റുന്ന രീതിയിലുള്ള കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ ചെയ്യുക, ചാരിറ്റി ചെയ്യുക, മറ്റുള്ളവരോട് കമ്പാഷൻ ഉണ്ടായിരിക്കുക. ഇത്രയും ചെയ്യുമ്പോൾ തന്നെ കണക്ഷൻ ഉണ്ടാവും. നമ്മൾ എല്ലാ ദിവസവും ക്വാളിറ്റി ടൈമാണ് നമ്മൾ ഈശ്വരന് വേണ്ടി മാറ്റി വെക്കേണ്ടത്. എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് അവസാനമുള്ള സമയമല്ല. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് അവസാനം ബാക്കിയിരിക്കുന്നതിന് എന്താ നമ്മൾ വിളിക്കുന്നത്? വേസ്റ്റ് എന്നല്ലേ വിളിക്കുന്നത്. അത് ആർക്കെങ്കിലും കഴിക്കാൻ കൊടുക്കുമോ? ഇല്ല. അതേപോലെ നമ്മളെല്ലാ ജോലിയും കഴിച്ച് വെച്ചിട്ടല്ല നമ്മൾ ഭഗവാന് വേണ്ടി സമയം കൊടുക്കേണ്ടത്. അങ്ങനെ തീരെ അങ്ങനെ ഉള്ളവരുണ്ട്, അങ്ങനെ ഒരുപാട് ബിസി ലൈഫ് ഷെഡ്യൂൾ ഉള്ളവരുണ്ട്. അത് ഇറ്റ്സ് ഓക്കെ, നമുക്കങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും കുറച്ച് സമയമൊക്കെ കണ്ടെത്താൻ, ക്വാളിറ്റി ആയിട്ടുള്ളൊരു സമയം കണ്ടെത്താനായിട്ട് സാധിക്കും. സാക്രിഫൈസ് വേണം, ത്യാഗമുള്ളിടത്ത് അനുഗ്രഹം ഒഴുകി ഒഴുകി വരും. ഈ ത്യാഗം എങ്ങനെയാണ്? സമയം കണ്ടെത്തലൊരു ത്യാഗമല്ലേ? നമ്മളുടെ ഈ ബിസി ഷെഡ്യൂളിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള വിചാരത്തിന് വേണ്ടി സമയം കണ്ടെത്തുക, അതൊരു ത്യാഗമാണ്, ഒരു സാക്രിഫൈസാണ്. ഈ സാക്രിഫൈസ് ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഭഗവാനുമായിട്ടുള്ള ഐക്യം, യൂണിയൻ സംഭവിക്കും, ഒരു കണക്ഷൻ സംഭവിക്കും. അപ്പോൾ ഈ കണക്ഷൻ ഉണ്ടെങ്കിലാണ് ഈ സറണ്ടർ വർക്കാവുക, അല്ലെങ്കിൽ വർക്കാവില്ല. ഈ കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക, അതിനാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ചില ആൾക്കാരുണ്ട് ജപവും ധ്യാനവും എല്ലാം ചെയ്യുന്നത് കഴിഞ്ഞ ഉടനെ പിന്നെ പണ്ടത്തെ പോലെ തന്നെ തഥൈവ എന്ന് പറയുന്ന കണക്ക് പണ്ടത്തെ അതേ ദുഷ്പ്രവർത്തികൾ ചെയ്തുകൊണ്ട് നടക്കും. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനും കാതിനും പ്രവൃത്തിക്കും എല്ലാം ഭക്തി വേണം. നമ്മൾ ഒരു സമയത്ത്, പർട്ടിക്കുലർ സമയത്ത് മാത്രം ചെയ്യുന്നതല്ല ഭക്തി. ചില ആൾക്കാരില്ലേ, ഇപ്പോൾ പല പല ഭക്തി, ഭയങ്കര ഭക്തിയായിരിക്കും, പക്ഷെ മറ്റൊരാളെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിനും ഒന്നും യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത
ആൾക്കാരാണ്. ഇങ്ങനെ ഒന്നുള്ളവരൊന്നും ഭക്തി ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. പ്രവൃത്തിയാണ് ആദ്യത്തെ സാധന. നമ്മളുടെ സാധനയുടെ റിസൾട്ട് നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കണം. അല്ലാതെ നമ്മൾ രാവിലെ 4 മണിക്ക് എണീറ്റ് ധ്യാനം ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ പ്രവൃത്തി നന്നാവണം. നമ്മുടെ പ്രവൃത്തിയിൽ റിഫ്ലക്റ്റ് ചെയ്യണം, നമ്മുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യണം, നമ്മളുടെ ചിന്തയിൽ റിഫ്ലക്റ്റ് ചെയ്യണം, നമ്മളുടെ ഇൻറ്റൻഷനിൽ റിഫ്ലക്റ്റ് ചെയ്യണം. ഇതൊന്നും ആദ്യം തന്നെ വരും എന്നല്ല പറഞ്ഞ്. ചെയ്ത് നോക്കുക. സറണ്ടർ എന്നുള്ളൊരു സ്റ്റേജ് നിങ്ങൾക്ക് സംഭവിക്കും. കമ്പാഷൻ. അതേപോലെ ആത്മവിചാരം എന്ന് പറഞ്ഞ് വേറൊരു പ്രോസസ്സ് ഉണ്ട്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആത്മവിചാരം എല്ലാ ദിവസവും സ്വയം വിചാരം ചെയ്യുക. രമണ മഹർഷിയുടെ ആത്മവിചാരത്തിനെ കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്. സ്വയം വിചാരം, അതായത് നമ്മൾ ഇന്ന് രാവിലെ എന്ത് ചെയ്തു, ഇന്ന് വൈകിട്ട് എന്ത് ചെയ്തു, ഇന്ന് ഉച്ചയ്ക്ക് എന്ത് ചെയ്തു എന്ന് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് ചിന്തിക്കുക. ഞാൻ ഇന്ന് ആരെയെങ്കിലും വേദനിപ്പിച്ചോ? ഞാൻ ഇന്ന് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തോ? എനിക്ക് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യാമായിരുന്നോ? ഇതെല്ലാം കോൺടെംപ്ലേറ്റ് ചെയ്യുക. ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാനസികമായിട്ട് സോറി പറയുക. ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചു പോയി, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വേദന ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, അതിന് എന്നോട് ക്ഷമിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. എല്ലാ ദിവസവും രാവിലെയും രാത്രിയും നിങ്ങൾ സാധന ചെയ്യുക. നാമജപമായിരിക്കട്ടെ, ധ്യാനം ആയിരിക്കട്ടെ. അതിനുശേഷം നിങ്ങൾ ഈ സ്വയം വിചാരം ചെയ്യുക, സെൽഫ് കോൺടെംപ്ലേഷൻ ചെയ്യുക. ലൈഫ് തന്നെ മാറി മറിയും. ഒരുപാട് പേർക്ക് മാറ്റമുണ്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഞാനിന്ന് പറയുന്നത്. സറണ്ടർ ഉള്ളിടത്ത് സമാധാനമുണ്ട്. ദൈവത്തിനോട് നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ സമാധാനം ഉണ്ടാവും, ശരണാഗതി ഉണ്ടാവുമ്പോൾ. കാരണം നമുക്കൊരു ബോധ്യമുണ്ടാവും. നമുക്ക് ആദ്യം അതിന് വേണ്ട എന്താണ്? 2 കാര്യമാണ്. ശ്രദ്ധ, സബൂരി എന്ന് പറയും. അതായത് വിശ്വാസം, ക്ഷമ. വിശ്വാസം വേണം. നമ്മൾ വിശ്വാസം ഇല്ലെങ്കിൽ, വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ, നമ്മുടെ ഉള്ളിലുള്ള ദൈവിക ചൈതന്യത്തെ, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ വിളിക്കുന്നത് അവരിൽ വിശ്വാസം ഉണ്ടാവണം. അത് മാത്രമല്ല, നമുക്ക് സംഭവിക്കുന്നതെല്ലാം ഈശ്വര ഇച്ഛയാണെന്നുള്ള വിശ്വാസം ഉണ്ടാവണം. ആ വിശ്വാസം വരണമെങ്കിൽ കണക്ഷൻ വേണം. ആ കണക്ഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിനു മുമ്പ് ഇതുവരെ പറഞ്ഞത്. ക്ഷമ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. സ്പിരിച്വൽ ജേണിയിൽ, ലൈഫിൽ നമുക്ക് ഏറ്റവും വേണ്ടത് ക്ഷമയാണ്. ക്ഷമ ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. ആ ക്ഷമയും വിശ്വാസവും ഈ കാര്യങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. പരിവർത്തനം ഉണ്ടാവും. മാറ്റമല്ല, പരിവർത്തനം. മാറ്റം അല്ല നമുക്ക് നോക്കേണ്ടത്, പരിവർത്തനമാണ്. പരിവർത്തനം എല്ലാ മേഖലകളിലും, ആത്മീയമായിട്ടുള്ള മാത്രം പരിവർത്തനമല്ല. എല്ലാ മേഖലകളിലും, എല്ലാ ചിന്തയിലും, വാക്കിലും, പ്രവൃത്തിയിലും, റിലേഷൻഷിപ്സിലും എല്ലായിടത്തും പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കുക. ഒരു ഉപാസന പോലെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് ആരും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല. ഇതൊരു കോഴ്സും പോയി എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ സ്വയം ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഹൃദയവും ഈശ്വരനും തമ്മിലുള്ള ബന്ധം ഉണ്ടാക്കിയെടുക്കുക. ഇന്ന് തന്നെ നിങ്ങൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങളതിന് പരിശ്രമിച്ച് നോക്കുക. നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എൻ്റെ ഈ ചാനലിൽ കിടക്കുന്ന വീഡിയോ പോലും നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ല. ഈ കാര്യം നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ചെയ്യാൻ ശ്രമിക്കുക. 100% ഹൃദയത്തിൽ നിന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഈശ്വരൻ്റെ അനുഭവം നിങ്ങൾക്കുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വിശ്വാസത്തോടു കൂടി സത്പ്രവർത്തികൾ ചെയ്താൽ ഉറപ്പായിട്ടും ഈശ്വരൻ്റെ ഗ്രേസ് നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും വരും. എല്ലാവർക്കും ആ ആത്മീയ അനുഗ്രഹം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് വീണ്ടും കാണാം പുതിയ ഒരു ടോപ്പിക്കുമായിട്ട്. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ളവർക്ക് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, നമസ്കാരം.